ഹായ് ഫ്രണ്ട്സ്, PSC വിശദത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ 4ാമത്തെ ക്ലാസ് ആണ്. ജനുവരിയിൽ സൊരയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാനാണ്. 2024 ജനുവരിയിൽ സൊരയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. 2024 ജനുവരിയിൽ BCCI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗിൽ ആണ്. 2024 ജനുവരിയിൽ BCCI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത്. 2024 ജനുവരിയിൽ ഭാരതരത്നം ലഭിച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ ആണ്. 2024 ജനുവരിയിൽ ഭാരതരത്നം ലഭിച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം അനുപ്രിയയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വാക്സിൻ ഹെവി ഷുവർ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വാക്സിൻ. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ജടായു പദ്ധതിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി. 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റ് ഇഷ ചുഴലിക്കാറ്റാണ്. 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റ്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലുടനീളം നടപ്പാക്കുന്ന പരിപാടി വാക്കാണ്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലുടനീളം നടപ്പാക്കുന്ന പരിപാടി. ലോകത്താദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം അമേരിക്കയാണ്. ലോകത്താദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം. ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് ഒഡീഷയിലെ സിംലിപാൽ ടൈഗർ റിസർവ് ആണ് ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോടാണ്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജക്കാണ്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബലേങ്കയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയായത് കാസർഗോഡാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയായത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. 2024 ജനുവരിയിൽ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് വടക്കൻ കങ്കാരു ഓന്താണ്. 2024 ജനുവരിയിൽ കേരളത്തിൽ നിന്നും
നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത്? കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ല? പത്തനംതിട്ടയാണ് കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ല. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം? കണ്ണൂരാണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി? സ്നേഹഹസ്തമാണ് സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി നിയമിതനായത്? അനിൽകുമാർ ലഹോട്ടിയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി നിയമിതനായത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.